ഗേസ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് കിടക്കാം. വീട്ടിലിരുന്നപ്പോൾ തോന്നി ഉച്ചയ്ക്ക് കോവിലിൽ നിന്ന് ചോറ് കഴിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ കോവിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോഴതാ ഭയങ്കരപ്പെട്ട ഒരു ക്യൂവിൻ്റെ നടുക്കായിപ്പോയി ഗേസ്. നമ്മൾ നിന്ന് നമ്മുടെ പൊച്ചം വന്ന് അവിടെ നിന്ന് തള്ളേ ഈ വെയിലത്ത് നിന്ന് എരിഞ്ഞ് പൊരിഞ്ഞ് ഏകദേശം പരുവായാണ് പൊന്നപ്പി വീട്ടിൽ ചെന്നത്. ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ ഞാൻ സ്പീഡിലെടുത്തത് കൊണ്ട് നിങ്ങൾക്കത് സ്പീഡിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തീരുന്നു. പക്ഷേ ഞങ്ങൾ ഏകദേശം 2 മണിക്കൂർ തന്നെ ക്യൂവിൽ നിന്ന്. ഇത്രയും വെയിലും കൊണ്ട് ഈ ക്യൂവിൽ നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും. പക്ഷേ അതിൻ്റെ ഒരു സുഖവും അങ്ങനെ കിട്ടുന്ന ആ ഭക്ഷണത്തിൻ്റെ ഒരു രുചിയും വേറെ ലെവലാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്യൂവിൽ ഇങ്ങനെ നിന്നത്. അടുത്തെത്തിയപ്പോഴത്തേക്ക് ഇതാണ്ട് കണ്ടില്ലേ, ചോറും സാമ്പാറും പരിപ്പും പപ്പടവും പിന്നെ അച്ചാറും എല്ലാം കൂടെ ഒക്കെ കൂട്ടി അടിപൊളി ഒരു സദ്യയായിരുന്നു. ഇതിന് വേണ്ടിയാണ് ഇത്രയും ജനങ്ങൾ ക്യൂ നിന്ന് അവിടെ എത്തുന്നത്. കോവിലിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണമെന്ന് പറഞ്ഞാലുണ്ടല്ലോ, അത് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ആദ്യത്തേതിൽ നിർത്തിയെന്നില്ല, രണ്ടാമതും ചെന്ന് പുളിശ്ശേരിയും ചോറും വാങ്ങിച്ച് പായസവും വാങ്ങിച്ച് ഞങ്ങളതാ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ പോകുന്ന വഴിക്ക് കണ്ടതാണ് എഴുന്നള്ളത്തിനുള്ള ആനയാണ് കേട്ടോ അത്. അപ്പോൾ ആനയെ കുളിപ്പിക്കുന്ന ഒരു നല്ല മനോഹരമായ ഒരു കാഴ്ചയും കൂടെ. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് അതിനെ കുളിപ്പിക്കുന്നതൊക്കെ വീഡിയോ ഒക്കെ ചെയ്ത് നമ്മൾ കുറേ നേരം ആസ്വദിച്ച് അവിടെ നിന്ന് കേട്ടോ. അങ്ങനെ കണ്ടില്ലേ, നിങ്ങളും കണ്ടോ കേട്ടോ, സൂപ്പറല്ലേ. എഴുന്നള്ളത്തിന് അതിനെക്കാട്ടിലും സൂപ്പറായിരുന്നു കേട്ടോ. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര വെട്ടവും ലൈറ്റും എല്ലാം കൊണ്ടും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എങ്ങനെയുണ്ട്, സൂപ്പറല്ലേ? അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.